എന്റെ ഗാനം. എന്റെ ഗാനത്തിൽ ഇന്ന് നമ്മോടൊപ്പം എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ KP രാമനുണ്ണി. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും ഇതാ. സുഹൃത്തുക്കളെ, ഞാൻ KP രാമനുണ്ണി, എഴുത്തുകാരൻ. ഇന്ന് ഈ പുതുവർഷ ദിനത്തിൽ നിങ്ങൾക്കൊപ്പം ആകാശവാണി മഞ്ചേരി FM-ന്റെ എന്റെ ഗാനം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാഹിത്യത്തെപ്പറ്റി പറയാറുള്ളത് ബ്രഹ്മാനന്ദ സഹോദരം എന്നാണല്ലോ. ഈശ്വര സാക്ഷാത്കാരത്തിന് തുല്യമായിട്ടുള്ള ആനന്ദം അത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാറുള്ളത്. എന്നാൽ ഉന്നതമായിട്ടുള്ള ഒരു അഭേദബോധം സൃഷ്ടിക്കുന്ന സാഹിത്യത്തിന് മാത്രമേ സത്യത്തില് അങ്ങനെ ബ്രഹ്മാനന്ദ സഹോദരം എന്ന് പറയാനുള്ള അർഹതയുള്ളൂ. ഉദാഹരണമായിട്ട് തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണവും മറ്റും. അതിലെ സ്തുതികളെല്ലാം കേൾക്കുമ്പോൾ ഞാൻ അത് സൃഷ്ടിക്കുന്ന ഭക്തി കൊണ്ട്, അതിന്റെ ആനന്ദം കൊണ്ട് ഇങ്ങനെ കണ്ണീരണിഞ്ഞു പോകാറുണ്ട്. എന്നാൽ സാധാരണ ശരാശരി സാഹിത്യത്തിന് നമ്മെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലേക്കും കഷ്ടപ്പാടുകളിലേക്കുമാണ് നയിക്കാൻ കഴിയുക. സംഗീതമാണെങ്കിൽ, ഉദാത്തമായ സംഗീതമാണെങ്കിലും, ഒരു തുടക്കക്കാരൻ പാടുന്ന പാട്ടാണെങ്കിലും നമ്മളെ ആനന്ദാനുഭൂതിയിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു ദുഃഖഗാനമാണെങ്കിലും അത് കണ്ണീരോടെയുള്ള ഒരു ആനന്ദമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ബ്രഹ്മാനന്ദ സഹോദരായിട്ടുള്ള ശരിക്ക് സാഹിത്യമല്ലേ സംഗീതമാണോ എന്നുള്ളത്. എന്റെ മണ്ഡലം ഏതായാലും സാഹിത്യമാണ്. എന്നാൽ എനിക്ക് ഭയഭക്തിയോടുകൂടിയിട്ടുള്ള ആരാധനയുള്ളത് സംഗീതത്തോടാണ്. ഏതെങ്കിലും ഒരു കലാരൂപത്തോട് ആർക്കെങ്കിലും അതിരറ്റ ആരാധന തോന്നുന്നുണ്ടെങ്കിൽ ആ കലാരൂപത്തിൽ പ്രാഗൽഭ്യമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ശരിയാണ്, എനിക്ക് കുളിമുറിയിൽ വെച്ചിട്ട് ഒരു മൂളിപ്പാട്ട് പാടാനുള്ള കഴിവ് പോലുമില്ല. കുട്ടിക്കാലത്ത് പൊന്നാനിയിലെ എന്റെ വീട്ടിൽ ഒരു റേഡിയോ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാട്ട് എന്നുള്ള സാധനത്തെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് വീട്ടിന്റെ അടുത്തന്നെയുള്ള ദേവി ടോക്കീസ്ന്ന് കേൾക്കുന്ന ഗാനങ്ങളിൽ കൂടെയാണ്. ഇതെന്തോ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ശബ്ദമാണല്ലോ അന്നെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ കളിച്ചു നടക്കുന്നതിന്റെ ഇടയിൽ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടയ്ക്ക് പാട്ട് കേട്ടിങ്ങനെ നിൽക്കും. പക്ഷെ പാട്ടിന്റെ വശ്യത ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് കുറച്ച് മുതിർന്നതിന് ശേഷം പരപ്പനങ്ങാടിയില് മരിച്ചുപോയിട്ടുള്ള എന്റെ അച്ഛന്റെ വീട്ടിൽ ചെന്ന് താമസിക്കുമ്പോഴാണ്. അവിടെ ഒരു ഫിലിപ്സ് റേഡിയോ ഉണ്ട്. സുന്ദരികളായിട്ടുള്ള അച്ഛന്റെ മരുമക്കള് റേഡിയോ വെച്ച് ഇങ്ങനെ കേട്ടിരിക്കും. ഞാൻ അവരെ പറ്റിച്ചേർന്ന് നിൽക്കും. ലില്ലി ചേച്ചിക്കും ശാന്തേച്ചിക്കും മീരേച്ചിക്കും ഇന്ദിരേച്ചിക്കുമെല്ലാം എന്നേക്കാൾ 1, 2, 3 വയസ്സാണ് കൂടുതലുള്ളത്. അവർ പ്രണയഗാനങ്ങളാണ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാറുള്ളത്. സംഗീതം പോലെ തന്നെ സ്ത്രീ പുരുഷ സ്നേഹത്തിന്റെ അനുഭൂതി നിറഞ്ഞ ഒരു ലോകമുണ്ടെന്ന് അവർ കേൾക്കുന്ന പാട്ടുകളിലൂടെയാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. അന്ന് മനസ്സിൽ പതിഞ്ഞ പാട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ എന്ന ഗാനമായിരുന്നു. ഭാർഗവീ നിലയം എന്ന സിനിമയിൽ P. ഭാസ്കരൻ രചിച്ച് ബാബുരാജ് സംഗീതം പകർന്ന് യേശുദാസ് പാടിയ പാട്ട്. ഈ ഗാനം എന്റെ മനസ്സിൽ ആദ്യമായി ആഴത്തിൽ പതിഞ്ഞ പാട്ടായതിന് ഒരു നിമിത്തം കൂടിയുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയാണല്ലോ ഭാർഗവീ നിലയം എന്ന സിനിമയാക്കി മാറ്റിയത്. ഭാവിയിൽ എഴുത്തുകാരനാകേണ്ട കുട്ടി മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരന്റെ കഥ സ്വീകരിച്ച സിനിമയിലെ പാട്ട് തന്നെയാണല്ലോ ആദ്യം ഇഷ്ടപ്പെടേണ്ടത്. ഏതായാലും ശാന്തേച്ചിക്കൊപ്പവും മീരേച്ചിക്കൊപ്പവും താമസമെന്തേ വരുവാൻ എന്ന പാട്ട് കേട്ടിരിക്കുമ്പോൾ എന്തിനോ വേണ്ടി എന്റെ മനസ്സ് അക്ഷമമായിരുന്നു. പ്രണയവികാരം മനസ്സിൽ ഉയർത്ത് വരാൻ കാത്തിരിക്കുന്ന ഒരു കൗമാരക്കാരന്റെ അക്ഷമയായിരിക്കാം അത്. വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് ഏതൊരാളും കൊതിക്കുന്ന ആ വികാരം നിറഞ്ഞു തുളുമ്പുന്ന
പാട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കാം. താമസമെന്തേ താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എന്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ ഹേമന്തയാമിനി തൻ പൊൻവിളക്ക് പൊലിയാറായി മാഗന്ധ ശാഖകളിൽ കാക്കിളികൾ മയങ്ങാറായി താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എന്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ കളിമരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ പൂഞ്ചോലക്കടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ പാലൊളി ചന്ദ്രികയിൽ നിന്നന്തഹാസം കണ്ടുവല്ലോ പാലൊളി ചന്ദ്രികയിൽ നിന്നന്തഹാസം കണ്ടുവല്ലോ ആതിരാക്കാറ്റിൽ നിന്റെ പട്ടുമാലിളകിയല്ലോ ആതിരാക്കാറ്റിൽ നിന്റെ പട്ടുമാലിളകിയല്ലോ താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പരപ്പനങ്ങാടിയിലെ താമസക്കാലത്ത് എന്റെ മനസ്സിനെ വളരെയധികം സ്പർശിച്ച പാട്ടുകളിൽ മറ്റൊന്ന് സുറുമയെഴുതിയ മിഴികളെ എന്ന ഗാനമാണ്. യൂസഫ് അലി കേച്ചേരി എഴുതി ബാബുരാജ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ പാട്ട്. ആ പാട്ട് കേൾക്കുമ്പോഴേക്ക് ഞാൻ കുറച്ചും കൂടി മുതിർന്നിരുന്നു. സുറുമയെഴുതിയ മിഴികളെ, പ്രണയമധുര തേൻതുളുമ്പും സൂര്യകാന്തി പൂക്കളെ. അതെ, പ്രണയം മധുരത്തേനാണ് എന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്തെല്ലാമോ ആലോചിച്ച് ദൂരത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന ചേച്ചിമാരിൽ ആ മധുരത്തേൻ തുളുമ്പുന്നുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ടായിരുന്നു. അച്ഛന്റെ മറ്റൊരു മരുമകനായിരുന്നു പരപ്പനങ്ങാടിയിൽ ലീവിന് വന്നിരുന്ന അനന്തേട്ടൻ. മൂപ്പർക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. അനന്തേട്ടൻ മിലിറ്ററിക്കാരനായിരുന്നു, വലിയ മസിൽമാനായിരുന്നു, എന്റെ സങ്കല്പത്തിലെ ഒത്ത പുരുഷനുമായിരുന്നു. അദ്ദേഹം സുറുമയെഴുതിയ മിഴികളെ എന്നുള്ള പാട്ടിങ്ങനെ എപ്പോഴും മൂളിക്കൊണ്ടിരിക്കും. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് അനന്തേട്ടനും ഭാര്യയും വണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഈ പാട്ട് കേൾക്കുമ്പോൾ പ്രണയമധുരത്തിനൊപ്പം ദുഃഖരസവും എന്റെ മനസ്സിലേക്ക് അലയടിച്ചെത്തും. ജീവിതം എന്ന തേൻ പുരട്ടിയ മുള്ളായി മരണം എന്റെ മനസ്സിൽ എഴുന്നു നിൽക്കും.
ആ തേൻ പുരട്ടിയ മുള്ള് നമുക്കൊന്ന് അനുഭവിക്കണ്ടേ? സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ? ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ? തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ? സുറുമയെഴുതിയ മിഴികളെ. ഒരു കിനാവിൻ ചിറകിലേറി ഓമനാളെ നീ വരൂ. ഒരു കിനാവിൻ ചിറകിലേറി ഓമനാളെ നീ വരൂ. നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ. പരപ്പനങ്ങാടി പാട്ടുമായിട്ട് എന്നെ വലിയ പ്രണയത്തിലാക്കിയോണ്ട് പൊന്നാനി വീട്ടിൽ തിരിച്ചെത്തിയാൽ ദേവി ടോക്കീസിൽ നിന്നുയരുന്ന ഗാനങ്ങൾ ഞാൻ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. പി ഭാസ്കരന്റെയും വയലാറിന്റെയും ONV-യുടെയും ശ്രീകുമാരൻ തമ്പിയുടെയും വരികൾ സംഗീതത്തിലൂടെ ഒഴുകിയപ്പോൾ അത് സ്വർഗീയാനുഭൂതി തന്നെയാണ് പകർന്നു നൽകിയത്. നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി പാട്ടിന് അസോസിയേറ്റ് ചെയ്യാനുള്ള കഴിവ് അപാരമാണ്. ആഹ്ലാദവേളകളിൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ ആ സന്ദർഭത്തിന്റെ ആഹ്ലാദം നമ്മളിൽ തിരിച്ചെത്തിക്കും. അതേപോലെ തന്നെ പിരിമുറുക്ക കാലത്ത് കേട്ട പാട്ടുകളാണെങ്കിലോ അതേ പിരിമുറുക്കത്തിന്റെ വികാരവും നമ്മളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഞാൻ ചെറുപ്പത്തിൽ വലിയ പരീക്ഷാ പേടിയുള്ള കുട്ടിയായിരുന്നു. 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും പരീക്ഷാക്കാലത്ത് കേട്ട പാട്ടുകൾ ഇപ്പോഴും എന്റെ മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കുന്നു എന്നത് വല്ലാത്തൊരത്ഭുതമാണ്. ഗുരുവായൂരുള്ളൊരു കണ്ണനൊന്നൊരു ദിനം കരുമാടിക്കുട്ടന്റെ വേഷം കെട്ടി എന്ന പി ഭാസ്കരൻ മാഷ് രചിച്ച് ചിത്രപാടിയൊരു പാട്ടുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും ആ പാട്ട് കേട്ടാൽ യാതൊരു ടെൻഷനും തോന്നില്ല. പക്ഷെ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഈ പരീക്ഷാകാലം ഓർമ്മ വരും. ആ സമയവുമായി അസോസിയേറ്റ് ചെയ്യുന്നൊരു പാട്ടാണ്. ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ പരീക്ഷാ പേടി വളരുന്നുണ്ടോ എന്ന്. ഗുരുവായൂരുള്ളൊരു കണ്ണനെന്നൊരു ദിനം കരുമാടിക്കുട്ടന്റെ വേഷം കെട്ടി ഒരു
കരുമാടിക്കുട്ടന്റെ വേഷം കെട്ടി പെരിയാറിൻ തീരത്ത് പേരാലിൻ തണലത്ത് മുരളിയുമൂരി ചെന്നിരുന്നു കണ്ണൻ മുരളിയുമൂരി ചെന്നിരുന്നു ഗുരുവായൂരുള്ളൊരു കണ്ണനെന്നൊരു ദിനം കരുമാടിക്കുട്ടന്റെ വേഷം കെട്ടി കടൽ മാതാവും വന്നിറങ്ങി ഗാനത്തിൽ ലഹരിയിൽ ഭൂമിയും മനുഷ്യരും വാനിലെ താരങ്ങളും വീണുറങ്ങി ഗുരുവായൂരുള്ളൊരു കണ്ണനെന്നൊരു ദിനം കരുമാടിക്കുട്ടന്റെ വേഷം കെട്ടി. പൊന്നായിലെ പ്രശസ്ത ഗായകനായിരുന്ന ഖലീൽ റഹ്മാനുമായിട്ടുള്ള സൗഹൃദം എന്റെ പാട്ടിലുള്ള കമ്പം പിന്നെ പിന്നെ വർദ്ധിപ്പിച്ചു. മോമറാഫിയുടെ പാട്ട് പാടുന്നതിൽ പ്രഗത്ഭനായിരുന്നു ഖലീൽ റഹ്മാൻ. അദ്ദേഹത്തിന്റെ സ്വരമാധുരിയിൽ ഞാൻ അലിഞ്ഞിരുന്ന് കേട്ട പാട്ടാണ് മുഹമ്മദ് റാഫി പാടിയ ഈ ദുനിയാ ഖോ രഖ്വാലെ എന്ന പാട്ട്. എഴുത്തച്ഛന്റെ സ്തുതികൾ കേൾക്കുന്ന പോലെ എന്നെ കണ്ണീരണിയിച്ച പാട്ടാണത്. അത് നമുക്ക് ഇപ്പോൾ ഒന്ന് കേൾക്കാം. ओ दुनिया के रखवाले सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले। आश निराश के दो रंगों से दुनिया तूने सजाई, नैया संग तूफान बनाया, मिलन के साथ जुदाई, जा देख लिया हर जाई। ओ लुट गई मेरे प्यार की नगरी, अब तो नीर बहाले, अब तो नीर बहाले। अब तो नीर बहाले। ओ दुनिया के रखवाले सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले। आग बनी सावन की बरखा, फूल बने अंगारे, नागन बन गई रात सुहानी, पत्थर बन गए तारे, सब टूट चुके हैं सहारे। ओ जीवन अपना वापस ले ले,
देने वाले ओ दुनिया के रखवाले। चांद को ढूंढे पागल सूरज, शाम को ढूंढे सवेरा, मैं भी ढूंढूं उस प्रीतम को, हो न सका जो मेरा। भगवान भला हो तेरा, ओ किस्मत फूटी आस न टूटी, पाँव में पड़ गए छाले हो दुनिया के रखवाले। महल उदास और गलियां सुनी, चुप चुप हैं दीवारें, दिल क्या उजड़ा दुनिया उजड़ी, रूठ गई है बहारें, हम जीवन कैसे गुजारे। ओ मंदिर गिरता फिर बन जाता, दिल को कौन संभाले हो दुनिया के रखवाले। सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले, ओ दुनिया के रखवाले, रखवाले। പാട്ടില് കമ്പം കൂടിക്കൂടി വന്നവും ഞാൻ ചെറുതായിട്ടൊന്ന് പാടാനൊക്കെ ശ്രമിച്ചുപോയി. ഒരു രക്ഷയുമില്ല. അപ്പോഴാണ് ഗിറ്റാർ പഠിച്ച് സംഗീതജ്ഞനാകണമെന്നൊരു മോഹമുണ്ടായത്. വലിയമ്മയുടെ മകനെ കൊണ്ടൊരു ഗിറ്റാറെല്ലാം കൽക്കത്തയെന്ന് വരുത്തിച്ചു. പക്ഷെ സ്വരജ്ഞാനില്ലാത്തതിനാൽ ആ മോഹം ഉപേക്ഷിച്ച് ഗിറ്റാർ ഏതോ സുഹൃത്തിനു കൊടുത്തു. പിന്നെ ഖലീലിന്റെ പാട്ടുകൾ കേൾക്കുന്നതില് സംതൃപ്തി മാത്രം മതിയെന്നങ്ങോട്ട് തീരുമാനിച്ചു. ഖലീൽ റാഫിയുടെ പാട്ട് മാത്രമല്ല, മലയാളത്തിലെ പാട്ടുകളും മനോഹരമായി പാടുമായിരുന്നു. യുവത്വത്തിലേക്ക് പ്രവേശിച്ചിരുന്ന എന്നെ ആദ്യം മൃദുല വികാരങ്ങളിലേക്ക് നയിച്ചത് ഖലീൽ പലപ്പോഴും പാടുന്ന ഹൃദയസരസിലെ പ്രണയപുഷ്പമേ എന്ന ഗാനമാണ്. ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, ശ്രീകുമാരൻ തമ്പി രചിച്ച് യേശുദാസ് പാടിയ ആ മനോഹര ഗാനത്തിന്റെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ചാലോ? ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ
ഏഴകുള്ളൊരു നായിക നീ എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും മരുണിമ നിൻ കവിളിൽ എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. എനിക്ക് എത്ര കേട്ടാലും മടുക്കാത്ത പാട്ട് ഏതാന്ന് ചോദിച്ചാൽ അതില് പ്രധാനപ്പെട്ടതാണ് ഖലീല് പാടിയിട്ട് ആദ്യം കേട്ടിട്ടുള്ള അഭിന ജാവോ ചോട്ട്കർ എന്ന പാട്ട്. മുഹമ്മദ് റാഫിയും ആശാ ഭോംസ്ലെയും കൂടി പാടിയ ആ ഗാനം എത്ര കേട്ടാലും മടുക്കില്ല. ആ രംഗം, ആ സിനിമയുടെ രംഗം ഇപ്പോഴും എന്റെ കണ്ണിന്റെ മുന്നിലുണ്ട്. ദേവാനന്ദും സാധനയും കൂടിയാണ് ആ രംഗം അവതരിപ്പിച്ചിട്ടുള്ളത്. സ്ത്രീയുടെ പക്വതയും പുരുഷന്റെ ഒരു പൊട്ടത്തരവും കൂടി നമുക്ക് വ്യക്തമാകുന്ന ഒരു മനോഹരമായിട്ടുള്ള രംഗമുണ്ടല്ലോ, അതിനോടനുബന്ധിച്ചിട്ടുള്ള പാട്ടുണ്ടല്ലോ, അത് ഒരു മദർ ഫിക്സേഷൻ ചൈൽഡായിട്ടുള്ള എന്നെ വളരെയധികം ആകർഷിക്കുന്നതാണ്. ആ പാട്ട് എനിക്ക് എത്ര കേട്ടാലും മടുക്കാത്ത പാട്ടാവുകൊണ്ട് ഒന്നും കൂടി നമുക്ക് കേൾക്കാം. अभी न जाओ छोड़ कर कि दिल अभी भरा नहीं. अभी न जाओ छोड़ कर कि दिल अभी भरा नहीं. अभी अभी तो आई हो, अभी अभी तो, अभी अभी तो आई हो, बहार बन के छाई हो. हवा जरा महक तो ले, नजर जरा बहक तो ले, ये शाम ढल तो ले जरा, ये शाम ढल तो ले जरा, ये दिल संभल तो ले जरा. मैं थोड़ी देर जी तो लूं, नशे के घूंट भी तो लूं, नशे के घूंट पी तो लूं. अभी तो कुछ कहा नहीं, अभी तो कुछ सुना नहीं. अभी ना जाओ छोड़ कर के दिल अभी भरा नहीं. सितारे झिलमिला उठे, सितारे झिलमिला उठे, चराग जगमगा उठे. बस अपना मुझको टोकना, बस अपना मुझको टोकना, न बढ़ के राह रोकना. अगर मैं रुक गई अभी तो जा न पाऊंगी कभी. यही कहोगे तुम सदा कि दिल अभी नहीं भरा, जो खत्म हो किसी जगह ये ऐसा सिलसिला नहीं. अभी नहीं, अभी नहीं, नहीं 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 नहीं. अभी ना जाओ छोड़ कर के दिल अभी भरा नहीं. अधूरी आस,
अधूरी आस छोड़ के, अधूरी प्यास छोड़ के जो रोज यूं ही जाओगी तो किस तरह निभाओगी कि जिंदगी की राह में जवां दिलों की चाह में कई मकाम आएंगे जो हमको आजमाएंगे। बुरा न मानो बात का, ये प्यार है गिला नहीं। हाँ यही कहोगे तुम सदा कि दिल अभी भरा नहीं। हाँ दिल अभी भरा नहीं। नहीं 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 नहीं। ഖലീൽ റഹ്മാനോടൊപ്പമുള്ള ആ ചെറുപ്പകാലം, കൗമാരത്തിന്റെ തുടക്കമൊക്കെ കഴിഞ്ഞിട്ട് അവിചാരിതമായിട്ട് ഞാൻ ജീവിതത്തിലെ ഒരു കറുത്ത കാലഘട്ടത്തിലേക്ക് വീണു പോവുകയാണ്. ഇല്ലാത്തൊരു മനോരോഗമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ട് ഭീകരമായിട്ടുള്ള മനോരോഗ ചികിത്സയ്ക്ക് അടിമപ്പെടുകയായിരുന്നു. ആ സമയത്ത് ആ കാലത്ത് ഒരു പാട്ടും എൻ്റെ മനസ്സിൽ അടയാളപ്പെട്ടില്ല. അത്രയ്ക്കൊരു ഇരുണ്ട കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് കൂടുതൽ പ്രണയഗാനങ്ങളിലേക്ക് പോകാനും പ്രണയിക്കാനും ഒന്നുമുള്ള അവസരം എനിക്കുണ്ടായില്ല. പിന്നെ ജീവിതത്തിലേക്ക്, ജോലിയിലേക്ക് പ്രവേശിച്ചു, വിവാഹത്തിലേക്ക് പ്രവേശിച്ചു. പിന്നെ പ്രണയമൊന്നും സാക്ഷാത്കരിക്കാനുള്ള അവസരമില്ലാതെ വിവാഹത്തിലേക്ക് വരുന്ന സമയത്ത് പിന്നെ സ്ത്രീപുരുഷ ബന്ധത്തിന്റെ ഉത്തരവാദിത്വത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് സ്വപ്നങ്ങളും ദുഃഖഭാരങ്ങളുമെല്ലാം പങ്കുവെച്ചുകൊണ്ടുള്ള ഉത്തരവാദിത്വപൂർണമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഈ പാട്ടാണ് എന്നെ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് അലട്ടുകയല്ല, ഉണർത്തിക്കൊണ്ടിരുന്നത്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. ഭാസ്കരൻ മാഷ രചന, വിദ്യാധരൻ യേശുദാസ് ടീമിന്റെ അവതരണം. അത് ഞാൻ ആ കാലത്ത് വീണ്ടും വീണ്ടും കേട്ടിരുന്നൊരു ഗാനമാണ്. നിങ്ങൾക്കും ആ ഗാനം ഒന്ന് കേട്ടുകൂടെ? സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. കൽപ്പന തൻ കളിത്തോപ്പിൽ പുഷ്പിച്ച പുഷ്പങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. കൽപ്പന തൻ കളിത്തോപ്പിൽ പുഷ്പിച്ച പുഷ്പങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. ജീവന്റെ ജീവനാം കോവിലിൽ നേദിച്ച സ്നേഹാമൃതം നിത്യം പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും
പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. സങ്കൽപ്പകേദാരഭൂമിയിൽ വിളയുന്ന പൊൻകതിരൊക്കെയും പങ്കുവയ്ക്കാം. സങ്കൽപ്പകേദാരഭൂമിയിൽ വിളയുന്ന പൊൻകതിരൊക്കെയും പങ്കുവയ്ക്കാം. കർമ്മപ്രപഞ്ചത്തിൽ ജീവിതയാത്രയിൽ നമ്മളെ നമ്മൾക്കായി പങ്കുവയ്ക്കാം. കർമ്മപ്രപഞ്ചത്തിൽ ജീവിതയാത്രയിൽ നമ്മളെ നമ്മൾക്കായി പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. പൊന്നാനിയിലെ എന്റെ ജീവിത പരിസരം കുറേയധികം മുസ്ലിം സംസ്കാര സംബന്ധിയായ പാട്ടുകളിലേക്ക് എന്നെ ആകർഷിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലെ പാട്ടുകളാണ് അതെല്ലാം തന്നെ. അതിൽ പ്രധാനപ്പെട്ടായിട്ട് എന്നെ രസിപ്പിച്ചിട്ടുള്ളത് മക്കത്ത് പോയി വരും മാനത്ത ഹാജിയാർക്ക് മുത്തുപതിച്ചൊരു മേലാവ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബിംബപ്രധാനമായിട്ടുള്ള ഒരു ഗാനമാണ്. വയലാറിന്റെ ഗാനം തന്നെയാണിത്. അതൊന്ന് നമുക്ക് കേൾക്കാം. മക്കത്ത് പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്ത് പതിച്ചൊരു മീനാർ, ഉടുക്കാൻ കസവിട്ട കള്ളിമുണ്ട്, നടക്കാൻ മിതിയടി പൊന്ന് കൊണ്ട്. മക്കത്ത് പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്ത് പതിച്ചൊരു മീനാർ, ഉടുക്കാൻ കസവിട്ട കള്ളിമുണ്ട്, നടക്കാൻ മിതിയടി പൊന്ന് കൊണ്ട്. മുറയുള്ള നെറ്റിക്ക് മീതെ നീല കമ്പിളി പൊൻതൊപ്പി, മുറയുള്ള നെറ്റിക്ക് മീതെ നീല കമ്പിളി പൊൻതൊപ്പി, ഉദച്ചാനലക്കിയ പൂനിലാവ് പുന്നാരിക്കാൻ മാൻകുട്ടി, ഉദച്ചാനലക്കിയ പൂനിലാവ് പുന്നാരിക്കാൻ മാൻകുട്ടി. ഞാൻ ആദ്യം എഴുതിയ നോവലാണ് സൂഫി പറഞ്ഞ കഥ. അതിലൊരു 100 ചില്ലാനം പേജേ ഉള്ളൂ അതിന്റെ വലുപ്പം. പിന്നെ 700ഓളം പേജ് വലുപ്പമുള്ള ദൈവത്തിന്റെ പുസ്തകം വരെ ഞാൻ എഴുതിയാലും ഇപ്പോഴും പല വായനക്കാർക്കും ഞാൻ സൂഫി പറഞ്ഞ കഥ എഴുതിയ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണ്. അതിന് കാരണം എനിക്ക് തോന്നുന്നു സൂഫി പറഞ്ഞ കഥയുടെ ഭാഷ കൂടുതൽ സംഗീതാത്മകമാണ്. അപ്പൊ സംഗീതത്തിന്റെ ശക്തിയാണ് സൂഫിയെ കൂടുതൽ ആളുകളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ സൂഫി പറഞ്ഞ കഥ സിനിമയാക്കാൻ വേണ്ടി പലരും ആലോചിച്ചിരുന്നു. പ്രിയനന്ദനൻ ഉണ്ണിയേട്ടാ ഇത് ആർക്കെങ്കിലും സിനിമയാക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാട്ടോ എന്ന് പറയാ ചെയ്ത്. അങ്ങനെ ഒരു യോഗഭാഗ്യം പോലെയാണ് പ്രിയനന്ദനൻ ഈ സിനിമ എടുക്കുകയും തമ്പി ആന്റണിയും പ്രകാശ് ബാരയും എല്ലാം അഭിനയിക്കുകയും അവര് തന്നെ ഇത് നിർമ്മാണം ഏറ്റെടുക്കുകയും ചെയ്ത് സൂഫി പറഞ്ഞ കഥ പുറത്തു വന്നത്. ഈ സമയത്താണ് ഒരു എഴുത്തുകാരൻ തന്റെ കൃതി സിനിമയാക്കാൻ കൊടുക്കുന്ന സമയത്തുണ്ടാകുന്ന ടെൻഷൻ ഞാൻ അനുഭവിച്ച്. സ്വന്തം പെമ്മക്കളെല്ലാം വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ബേജാറുണ്ടാവുമല്ലോ,
അവളുടെ ജീവിതം ഇനി എങ്ങനെയാവുന്നൊക്കെ. ഇതേപോലെയുള്ളൊരു ടെൻഷൻ ഞാൻ അനുഭവിച്ചു. അങ്ങനെയാണ് സൂഫി പറഞ്ഞ കഥ സിനിമയാകുന്ന കൂട്ടത്തിൽ അത് ഷൂട്ട് ചെയ്യുന്നിടത്തും എല്ലാം ഞാൻ പോയി. അതിലുള്ള പ്രധാന കഥാപാത്രമായിട്ടുള്ള കാർത്തിക്ക് ഒരു പരിക്കുമില്ലാതെ പുറത്തേക്ക് വരണേ എന്ന പ്രാർത്ഥനയാണ് എനിക്കുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, MT ഒക്കെ ഇത്രയധികം സിനിമയ്ക്ക് വേണ്ടി സ്വന്തം കഥകൾ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെല്ലാം ധർമ്മസങ്കടങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പൊ സൂഫിയിലത്തെ ഒരു പാട്ട് എന്റെ ഗാനത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ എനിക്ക് വയ്യ. കാരണം അത്രയ്ക്കൊരു ഇഷ്ടപ്പെട്ട ഗാനവുമാണ് എനിക്കത്. റഫീഖ് അഹമ്മദ് എഴുതി, ചിത്ര പാടി, മോഹൻ സിതാര സംഗീതം നൽകിയ തെക്കിനിക്കോലായിൻ ചുമരിൽ ഞാനെന്റെ എന്നുള്ള ആ ഗാനം, കാർത്തി പാടുന്ന, ഞാൻ സൃഷ്ടിച്ച ആ കഥാപാത്രം പാടുന്ന ആ പാട്ട് എന്റെ കണ്ണിന്റെ മുന്നിൽ തെളിയുന്നു, ചെവിയിൽ കേൾക്കുന്നു. നമുക്ക് ആ പാട്ടിലേക്ക് പ്രവേശിക്കാം. ആ
ഏതായാലും നമ്മൾ പുതുവർഷത്തിലേക്ക് 2025 പ്രവേശിച്ചിരിക്കുകയാണല്ലോ. പല ഇരുളടഞ്ഞ അന്തരീക്ഷങ്ങളുടെയും ഇടയിൽ കൂടെയാണ് നമ്മൾ പുതുവർഷത്തിലേക്ക് പോകുന്നത്. പക്ഷേ എപ്പോഴും പ്രത്യാശ നിലനിർത്തുക എന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഒരു എഴുത്തുകാരൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എന്റെ ഇരുളടഞ്ഞ കറുത്ത കാലത്തിന്റെ അവസാനം ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന സമയത്ത് പ്രത്യാശയുടെ ഒരു സ്വരമാധുരിയായി എന്നെ ആകർഷിച്ച പാട്ടിലേക്ക് തന്നെ നമുക്കിപ്പോൾ പ്രവേശിക്കാം. ആ ഗാനം സുപ്രഭാതം സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ ജ്വാലാൻമുഖികളെ എന്ന. ജീവിതസ്നേഹിയായിട്ടുള്ള വയലാർ എഴുതിയ ഗാനമാണ്. MS വിശ്വനാഥനാണ് സംഗീതം. സവിശേഷ സ്വരമാധുരിയുള്ള P ജയചന്ദ്രനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. പുതിയ വർഷത്തെ വരവേൽക്കാൻ നമുക്ക് ശുഭസൂചനകളുള്ള ഈ ഗാനത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, നിന്റെ നാല് കെട്ടിന്റെ പടിപ്പുരമുറ്റത്ത് ഞാനെന്റെ മുറി കൂടി പണിച്ചോട്ടെ. ആഹാ ഓഹോ ആഹാ, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി, വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ. എന്റെ ജീവിത പങ്കാളി രാജിയാണ്. ആകൊരു മോളെ ഞങ്ങൾക്കുള്ളൂ, ശ്രീദേവി. അവള് സിംഗപ്പൂരാണ്, എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണ്. ശ്രീജിത്ത് ഭർത്താവും അവിടെ കൂടെയുണ്ട്, 2 കുട്ടികളുണ്ട്. എല്ലാവർക്കും എന്റെ പുതുവർഷ ആശംസകൾ. ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം. എന്റെ ഗാനം. എന്റെ ഗാനത്തിൽ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ KP രാമനുണ്ണി.
അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9447 767164. നമ്പർ ഒരിക്കൽ കൂടി 9447 767164. നിർവഹണം മുനീർ ആമയൂർ. നിർവഹണ സഹായം ജയൻ മുത്തേരി.